ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഫിഷ് മോമോസാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് കാണിക്കാം. മൈദയും കോൺഫ്ലവറുമാണ് ഇതിന് വേണ്ടത്. അപ്പം 100 കപ്പിന് 2 കപ്പ് മൈദ എടുക്കാം. 2 കപ്പായി. ഇനി ഇതിൻ്റെ ആ കപ്പിന് പകുതി കോൺഫ്ലവർ കൂടെ എടുക്കണം. അപ്പോൾ 50 ഗ്രാം കോൺഫ്ലവർ മതി. ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിട്ടതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചുമാണ് ഇത് കുഴക്കേണ്ടത്. ഒത്തൊഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് ആ ലെവലിൽ നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഈ മാവിലേക്ക് ഇനി ഒരു 1/2 സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു മയം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ ഒട്ടി പിടിക്കുകയൊന്നുമില്ല, നല്ല എളുപ്പമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള ഫില്ല് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 1 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതല്ല കുഞ്ഞൂനാന്ന് ചെറുതായിട്ട് അരിഞ്ഞത്, അതല്ല വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, 1 പച്ചമുളക്, സവാള, ഇത്രയാണ്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 സ്പൂൺ മതിയാവും. അതിലേക്ക് നമ്മൾ ആദ്യം ഇടേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി ആദ്യം ഇടാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു പച്ച ഒന്ന് മാറുമ്പോൾ ഈ സവാള കൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടാനാണെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനൊക്കെ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഇപ്പം ഉപ്പും കൂടെ ഇടാം. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ഹാഫ് വേവ് മതി. അപ്പോൾ അല്പം കൂടെ ഇരിക്കട്ടെ, ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് അയല മീനിൻ്റെ 3 പീസാണ് നല്ല ഫ്രൈ ആക്കി വെച്ചേക്കുന്നത്. ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതി. ഉപ്പും മുളക് പൊടി മസാല എല്ലാം ചേർത്ത് നല്ല മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി അതിൻ്റെ മുള്ളെടുക്കണം. എന്നെ നല്ല മുള്ളൊക്കെ എടുത്ത് നീറ്റാക്കി ചെറുതായിട്ട് പിച്ചെടുക്കണം. എത്രത്തോളം ചെറുതായിട്ട് എടുക്കാൻ പറ്റും അതാണ് നല്ലത്. സവാളയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം ഗരം മസാല, അല്ല കുറച്ച് കുരുമുളക് പൊടി, ചെറിയ സ്പൂണിന് 1 സ്പൂൺ മതി. ഇതുകൊണ്ട് നല്ലവണ്ണം ഇളക്കി പിടിപ്പിക്കാം. ഇതിനെ മീനിന്റെ മുള്ളെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് വിച്ച് ചെറിയ ഇതായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫ്രൈ ആക്കി ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. നല്ല പച്ച മീനിലിട്ട് ഇത്രയും ടേസ്റ്റി ആണില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മസാലയൊക്കെ പിടിച്ച് വെട്ടെ. മസാല വേണമെങ്കിൽ അല്പം ഗരം മസാലയുടെ പൊടി അല്പം കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ആ മസാല എല്ലാം എടുത്തിട്ടിരിക്കട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ാണ് ഫ്രൈ ആക്കിയത്, അതുകൊണ്ട് ഇനി മുളകിൻ്റെ ആവശ്യമില്ല, എരിവുണ്ട്. മല്ലിച്ചപ്പോടെ ഒന്ന് പാടി വന്നോട്ടെ. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞു. ഞാൻ
ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അടുത്തിരുന്ന് ഇറക്കി വയ്ക്കാം. അപ്പൊ തണുക്കും. എല്ലാം ബോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പരത്തിയെടുക്കാം. ഒരു പ്ലാസ്റ്റിക് കവറിൽ എണ്ണ തേച്ചിട്ട് അതിന്റെ പുറത്ത് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് എണ്ണ തേച്ച് ഇങ്ങനെ ചപ്പാത്തി മേക്കറിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് എളുപ്പം. ഒന്ന് അമർത്തി കൊടുത്താൽ മതി, നല്ല ഷേപ്പിൽ വരും. അപ്പോൾ ഇതിനകത്ത് നടുക്ക് നമുക്ക് ആ മീനിന്റെ മസാല എടുത്ത് വെച്ച് മധ്യത്ത് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മടക്കണം. എൻ്റെ നേരെ മധ്യത്ത് വന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തത് നല്ലവണ്ണം മടക്കി പിടിപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ 4 ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. മൈദയല്ലേ, മൈദയും കോൺഫ്ലവറും ആണ്ട് പെട്ടെന്ന് ഒട്ടിക്കോളും. എന്നിട്ടൊരു പോർക്ക് വെച്ച് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ നല്ല ഷേപ്പായിട്ട് വരും. ഇതേപോലെ എൻ്റെ ചുറ്റും ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പം കുറച്ചുകൂടെ നല്ല ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമുക്ക് ഷേപ്പിന് വേണ്ടി അതിൻ്റെ 4 ചുറ്റും ഒന്ന് പുറത്തൊന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല ഭംഗിയായ ഒരു ഷേപ്പിലുള്ളത് കിട്ടും. ഇതേപോലെ ഒന്ന് പിടിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, നല്ല ഷേപ്പായില്ല, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ഉണ്ടാക്കാം. അപ്പോൾ ഈ പാത്രത്തിന് എണ്ണ ആവി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ചാണ് ആവി കയറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ബാക്കി ഇതേപോലെ അടുത്തത് നമുക്ക് ഉണ്ടാക്കാം. ഇതേപോലെ വെച്ചിട്ട് വീണ്ടും ഒരു പ്രാവശ്യം എണ്ണ തേച്ചാൽ മതി, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ആ പേപ്പർ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നല്ല ഷേപ്പിൽ നല്ല നൈസിനെ കിട്ടും. നമ്മൾ കൈ കൊണ്ട് പരത്തുന്നതിനേക്കാളും വളരെ എളുപ്പമാണിത്. നല്ല നമുക്ക് നല്ല ഷേപ്പ് വേണമെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചെടുക്കാം. വീണ്ടും അതിൽ മധ്യത്ത് അതിൻ്റെ മസാല വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഇത്രയും എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെമ്പിൽ വെള്ളം തിളച്ച് അപ്പോൾ അതിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിനെ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇത് നല്ലവണ്ണം വെന്തോളും. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം വെക്കാം. കുറച്ച് സമയത്ത് തണുക്കട്ടെ. ഫിഷ് മോമോസും തക്കാളി ചട്നിയും കൂടെ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ശരി, ഓക്കെ.